അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കിയ SIT ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളടക്കം 17 പേരെ പ്രതികളാക്കിയതായാണ് റിപ്പോർട്ട്. VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായിക്കെതിരെ കേസെടുത്തേക്കും. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. ഈ കേസ് അതിലെ ഉള്ളിലുള്ളവരിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് ക്രിസ്റ്റീന. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനോടകം 17 പേർക്കെതിരെയാണ് പട്ടികയിൽ 17 പേരെ പ്രതികളാക്കിയാണ് ഈ കേസെടുക്കാനുള്ള SITയുടെ നീക്കം. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ VHP ഉപാധ്യക്ഷനും ഒപ്പം തന്നെ ഈ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘം എത്തുമ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ചില വിവരങ്ങൾ നൽകാൻ ചമ്പത് റായി വിസമ്മതിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം പറയുന്നുണ്ട്. 20 പേജുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ 17 പ്രതികളാണുള്ളത്. അതിൽ ചമ്പത് റായി ഉൾപ്പെടെയുള്ള ഈ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ചില ജീവനക്കാർ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെയാണ് ഇപ്പോൾ പ്രാഥമിക പട്ടികയിൽ പ്രതിസ്ഥാനത്ത് ചേർത്തിരിക്കുന്നത്. ഇവരെ ഈ അന്വേഷണ സംഘം വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് അതിനുശേഷം ഇവർക്കെതിരെ FIR ഇടുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചമ്പത് റായിക്കെതിരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇതിനോടകം അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ പണമായി മാത്രം 3500 കോടി രൂപ സംഭാവനയായി ലഭിച്ചുവെന്നാണ് കണക്കുകൾ. ഇത് കൂടാതെ തന്നെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, രത്നങ്ങൾ, ചില വൈരങ്ങൾ, സ്വർണങ്ങൾ, വെള്ളി ഇങ്ങനെ ലഭിച്ച മറ്റ് കണക്കുകളുണ്ട്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള രേഖകളില്ല എന്ന നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ചമ്പത് റായിയുടെ വിശ്വസ്തനായ രാംശങ്കറിൽ നിന്ന് അദ്ദേഹത്തിന്റെ പരിശോധനയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ നടത്തിയ പരിശോധനയിൽ നിന്ന് ഈ സംഭാവന പെട്ടിയുടെ താക്കോൽ കണ്ടെത്തിയതായിട്ടുള്ള ഒരു വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ VHP തന്നെ ആവശ്യപ്പെടുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൽ FIR ഇട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങണമെന്നൊരു ആവശ്യം വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് ചമ്പത് റായിയെ ഏറെക്കുറെ വിശ്വ ഹിന്ദു പരിഷത്ത് കൈ ഒഴിഞ്ഞ ഒരു അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത്. ഇന്ന് അയോധ്യയിൽ എത്തിയിരിക്കുകയാണ് ഈ അന്വേഷണ സംഘം. വീണ്ടും അവിടെ കൂടുതൽ പേര് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ജീവനക്കാരെയൊക്കെ തന്നെ ചോദ്യം ചെയ്തിരുന്നത്. ഏതാണ്ട് 180ഓളം പേരെ ചോദ്യം ചെയ്താണ് ഈ വിശദമായിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിലെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം UP സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നൽകിയിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ ഈ സംഭാവന നൽകിയ ഈ വ്യവസായിമാരെ ഒപ്പം തന്നെ ജൂവലേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി കൂടി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഈ സിദ്ധി വിഭാഗത്തിൽ നിന്നുള്ള രാജു മൻവാനി, അദ്ദേഹം ഏതാണ്ട് 2 കോടി രൂപയോളം വിലപിടിപ്പുള്ള 2 കോടി രൂപയോളം വില വരുന്ന വെള്ളി ആഭരണങ്ങൾ നൽകിയിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഈ രസീത് നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ട്. ഒപ്പം തന്നെ മുംബൈയിലെ ഒരു മലയാളി അനിൽ വിശ്വകർമ്മ, അദ്ദേഹത്തിനും ഇത്തരത്തിൽ അദ്ദേഹം വെള്ളി പാദുകങ്ങളും വെള്ളി ആഭരണങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഇത് സംബന്ധിച്ച ഈ സംഭാവന നൽകുന്നതിന് ശേഷം രസീത് നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹവും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും അന്വേഷണ സംഘം ഇനി മുന്നോട്ട് പോവുക. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിനും വിശദമായിട്ടുള്ള അന്വേഷണത്തിനുമായി അയോധ്യയിൽ SIT സംഘം വീണ്ടും എത്തിയിരിക്കുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.